ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സർവ്വശക്തനായ ദൈവം കൃപ നൽകിയതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം പറയാം. നമ്മൾ ഈ വർഷം മുഴുവൻ ഇരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ 2023 മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനേക കൃപകളും വരങ്ങളും ദാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു. ആത്മീയമായ ഭൗതികമായ ഒരുപാട് സമ്പത്ത് ലഭിക്കുവാൻ ദൈവം ഇടയായി. എന്നാൽ ഞാൻ പറയുന്നു, 2023 നിങ്ങൾ നേടാൻ കഴിയാത്തത് 2024 പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. തയ്യാറായാൽ നിങ്ങൾക്ക് ഏത് അസാധ്യമായ കാര്യമായാലും അത് ദൈവം നിങ്ങൾക്ക് സാധ്യമാക്കി തരും. നമുക്കിഷ്ടമുള്ളൊരു സാധനം, നമുക്കിഷ്ടമുള്ളൊരു വസ്തു, നമുക്കിഷ്ടമുള്ളൊരു വീട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏത് സാധനമായാലും നമ്മളത് എന്ത് ത്യാഗം സഹിച്ചും എന്ത് വില കൊടുത്തും നമ്മളത് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കും. അതിൻ്റെ വിലയുടെ അല്ല നമ്മൾ നോക്കുന്നത്, ആ വസ്തുവിൻ്റെ മൂല്യം നോക്കിയിട്ട് അതെനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ എന്ത് വില കൊടുത്ത് നമ്മളത് വാങ്ങിക്കാൻ തയ്യാറാകും. അതുപോലെയാണ് നിങ്ങൾ 2023 അനുഗ്രഹം പ്രാപിച്ചില്ല എങ്കിൽ 2024 എന്ന് പറയുന്ന വർഷം ഞാൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുമെന്ന്, ഞാൻ കർത്താവിൽ നിന്ന് മൽപ്പിടുത്തം നടത്തി അനുഗ്രഹത്തിന് പാത്രമായി മാറുമെന്ന് നിനക്കൊരുറച്ച തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്ക് വിശുദ്ധ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റും 2 സഹോദരന്മാരെക്കുറിച്ച്. ഒരു അമ്മയുടെ ഉദരത്തിൽ 2 പേർ ഒരുമിച്ച് കഴിയുകയാണ്, ഏസാവും യാക്കോബും. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ യാക്കോബിന് അതിയായ ആഗ്രഹമാണ്, എനിക്ക് കടിഞ്ഞൂൽ അവകാശം വേണം, എന്നുള്ള ആഗ്രഹത്തിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം ജനിക്കാൻ പോകുന്നത് ഏസാവാണെന്ന് കണ്ടിട്ട് അവൻ്റെ കുതികാലിൽ പിടിച്ചെന്ന് വിശുദ്ധ വചനം എഴുതിയിരിക്കുകയാണ്. എനിക്ക് മുൻപേ പോകണം, എനിക്ക് കടിഞ്ഞൂൽ അവകാശം വേണം എന്ന് ആഗ്രഹിച്ചിട്ട് അവൻ കാലിൽ പിടിച്ചെന്നാണ് വിശുദ്ധ വചനം എഴുതിയിരിക്കുന്നത്. എന്നാൽ ഏസാവ് ആദ്യം ജനിക്കുവാനിടയായി തീർന്നു. ഏസാവ് ജനിച്ചതിന് ശേഷം രണ്ടാമനായി യാക്കോബ് വന്നു. യാക്കോബ് വന്നിട്ടും അവൻ്റെ ആഗ്രഹത്തെ അവൻ വിട്ടുകളഞ്ഞില്ല. എനിക്കത് കഴിഞ്ഞില്ലല്ലോ, എനിക്ക് കടിഞ്ഞൂൽ അവകാശം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ നിരാശപ്പെട്ടിരിക്കാൻ തയ്യാറായില്ല. അവൻ അത് ലഭിക്കുവോളം യത്നിച്ചു കൊണ്ടിരുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. സന്ദർഭങ്ങൾ അതിനുവേണ്ടി കർത്താവ് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അവർ വളർന്ന് വലുതായി. ഏസാവ് കൃഷിക്കാരനായി മാറി. ഏസാവ് ഒരു ദിവസം വയലിൽ നിന്ന് കയറി വരുമ്പോൾ യാക്കോബ് അവിടെ പായസം വെച്ചുകൊണ്ടിരിക്കുക. ഏസാവ് പറഞ്ഞു, എടാ, ഒരു ഗ്ലാസ് പായസം എനിക്കതാ. അവൻ പറഞ്ഞു, ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. അവൻ വീണ്ടും യാചിച്ച് ചോദിക്കുക, എനിക്ക് ഒരു ഗ്ലാസ് പായസം തരണം, എനിക്ക് വിശക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, നിനക്ക് ഞാൻ പായസം തരാം, പക്ഷെ ഒരു കാര്യം, നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരണം. നിന്റെ കടിഞ്ഞൂൽ അവകാശം തന്നാൽ ഞാൻ നിനക്ക് പായസം തരാം. ഏസാവിന് കടിഞ്ഞൂൽ അവകാശത്തിൻ്റെ വില അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, അതിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഏസാവ് ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി അവൻ്റെ കടിഞ്ഞൂൽ അവകാശം വിട്ടുകളയാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ നോക്കുക, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ ആഗ്രഹിക്കുക, എനിക്ക് കടിഞ്ഞൂൽ അവകാശം വേണം. അവൻ പ്രാപിച്ചെടുക്കുവാൻ അവസരം പാർത്തു, അതിനുവേണ്ടി കാത്തിരുന്നു. യാക്കോബിനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് കാര്യത്തിനായാലും അവൻ വളരെ ശക്തനായി നിന്ന് കർത്താവിൻ്റെ മുമ്പിൽ തീഷ്ണമായി പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തമായിട്ട് മൽപ്പിടുത്തം നടത്തിയൊക്കെ നമുക്ക് വായിക്കുന്നത് കാണാൻ പറ്റും. യാക്കോബ് ശക്തനായ മനുഷ്യനായതുകൊണ്ട് ചോദിക്കുന്നതൊക്കെ അവൻ ലഭിച്ചില്ലെങ്കിൽ പോലും അവൻ വാങ്ങിച്ചെടുക്കാനായിട്ട് അവന് കഴിവുണ്ടായിരുന്നു. അവന് അതിനുള്ള വഴികൾ അവനറിയാമായി. ലാബാൻ്റെ വീട്ടിൽ പോയി നിന്നു. അമ്മാച്ചനാ ലാബാൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് ലാബാൻ്റെ ഇളയ മകളെ ഇവന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ 7 വർഷം അവിടെ ജോലി ചെയ്തു, ദാസ്യവേല ചെയ്തു. ലാബാൻ്റെ വീട്ടിൽ ദാസ്യവേല ചെയ്തിട്ട് അവന് വിവാഹാലോചന നടത്തിയപ്പോൾ അവൻ വിചാരിച്ചു, രണ്ടാമത്തെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചു. ലാബാൻ പറയാ, ഇല്ല, മൂത്ത മകൾ ഇരിക്കുമ്പോൾ ഞാൻ രണ്ടാമത്തെ അവളെ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു.
അങ്ങനെ ആദ്യ മൂത്ത മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, നിനക്ക് രണ്ടാമത്തെ മകളെ തരാം, പക്ഷേ നീ ഇനിയും എനിക്ക് ദാസ്യവേല ചെയ്യണം. 7 വർഷം അവൻ വീണ്ടും ദാസ്യവേല ചെയ്ത രണ്ടാമത്തെ മകളെ, അവൻ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ കൈക്കലാക്കാൻ അവന് കഴിഞ്ഞു. കാരണം അതിൻ്റെ പിന്നിൽ ഒരു ത്യാഗമുണ്ട്, അതിന് പിന്നിൽ ഒരു മൽപ്പിടുത്തമുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമുണ്ട്. അതെനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിൽ 7 വർഷമോ 14 വർഷമോ എന്നുള്ളതല്ല, എനിക്കത് വാങ്ങിച്ചെടുക്കണമെന്നുള്ള ആ തീഷ്ണത അവനെ ജ്വലിപ്പിച്ചിട്ട് അവനത് പ്രാപിച്ചെടുക്കാനിടയായി തീർന്നു. സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ യാക്കോബ് എല്ലാ കാര്യങ്ങളിലും മൽപ്പിടുത്തം നടത്തിയിട്ടാണ് ഓരോ കാര്യങ്ങളും നേടിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചത് അപ്പനെ പറ്റിച്ചിട്ടാണ്. പക്ഷേ പറ്റിക്കപ്പെട്ട ഏസാവ് ഇവനെ കൊല്ലാനായിട്ട്, ഇവനെ സന്ദർശിക്കാനായിട്ട് 400ഓളം പേരുമായി അവൻ വരുന്നത് അറിഞ്ഞിട്ട് യാക്കോബ് പോയി രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ പ്രാർത്ഥനയിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഇവനെ അനുഗ്രഹിക്കുന്നൊന്നുമില്ല. അതിനുശേഷം ദൂതൻ പോകാൻ ശ്രമിക്കുക. ദൂതൻ നേരം വെളുക്കാറായി പോകാനൊരുങ്ങുമ്പോൾ യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി മുഴുവൻ ഇവിടെ മൽപ്പിടുത്തം നടത്തിയ, രാത്രി മുഴുവൻ ദൂതനുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് യാക്കോബ് ദൂതനെ വിടത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൂതൻ അവൻ്റെ തൊടയിൽ തട്ടി അവൻ്റെ കാലിൽ ഉളുക്ക് വീണിട്ട് പോലും യാക്കോബ് ഈ അനുഗ്രഹം പ്രാപിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ യാക്കോബ് ദൂതനെ വിട്ടില്ല. ആ ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ അവൻ തയ്യാറായി. അങ്ങനെ ദൂതൻ അവനെ അനുഗ്രഹിച്ചിട്ട് പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യാക്കോബ് അവിടെ വെച്ച് ദൈവദൂതന്മാരുമായിട്ട് മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം പ്രാപിച്ചെടുത്തുകൊണ്ട് അവനൊരു പേര് വന്നു. അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു. എന്ന് വെച്ചാൽ മൽപ്പിടുത്തം നടത്തിയവൻ. ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയതുകൊണ്ട് അവന് ഇസ്രായേൽ എന്ന പേര് നൽകി അനുഗ്രഹിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന പേര് ഒരു നിസ്സാര പേരല്ല. ഇസ്രായേൽ ഗോത്രത്തിൻ്റെ സിംഹമായവൻ യേശു അവൻ്റെ ഗോത്രത്തിലാണ് ജനിക്കാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ 12 ഗോത്രത്തിൻ്റെ തലവനായി യാക്കോബ് മാറി. അപ്പോൾ യാക്കോബിൻ്റെ എന്തുകൊണ്ട് യാക്കോബ് അങ്ങനായി മാറി? ദൈവം അവൻ ഇസ്രായേലിൽ നിന്ന് എന്തുകൊണ്ട് വിളിച്ചു? അവൻ ശക്തനാണെന്ന് കണ്ടിട്ട് അവൻ ദൈവത്തോട് മല്ലിട്ട് വാങ്ങിക്കുമെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് അവന് കർത്താവ് അവൻ മറ്റെല്ലാ ഗോത്രങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഗോത്രങ്ങൾ നൽകി, 12 ഗോത്രങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കുവാൻ തക്കണ്ടിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ചില നിധികളുണ്ട്. ഇതിന് വാങ്ങിച്ചെടുക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ യാക്കോബിനെ പോലെ മൽപ്പിടുത്തം നടത്തി നമുക്ക് വാങ്ങിക്കാൻ പലരും ശ്രമിക്കാറില്ല. സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം പറയുക, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. ഈ ദൈവം നിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന വേദിയിലിരുന്നുകൊണ്ട് നീ കർത്താവിനെ ഒന്ന് വിളിച്ചു നോക്കാം. നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുവാനും നിന്നെ അനുഗ്രഹിക്കുവാനും തക്കണിടയായി തീരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 13-ാം അധ്യായം 44-ാം തിരുവചനം ഇപ്രകാരം പറയുക, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം നേടാനായിട്ട് എന്ത് വിറ്റും എന്ത് ത്യാഗം സഹിച്ചും നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പറയുക, ഈ നിധി നീ വാങ്ങിച്ചെടുക്കണമെങ്കിൽ ഇവൻ്റെ വഴിയിൽ വന്നിട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടെ വരുന്ന ആ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യാക്കോബിനെ പോലെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ മനസ്സ് വെച്ചാൽ
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് യാക്കോബിനെ പോലെ മൽപ്പിടുത്തം നടത്തി അനുഗ്രഹം പ്രാപിച്ചെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. നമുക്ക് ആത്മീയമായും ഭൗതികമായിട്ട് വേണ്ട സകല നന്മകളും തരുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അസാധ്യങ്ങളെ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് കടിഞ്ഞൂൽ അവകാശം. പക്ഷേ അവനത് വേണം, അത് വേണമെന്ന് ആഗ്രഹിച്ച കാരണം എന്താ? അവൻ്റെ പിതാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അവന് ലഭിക്കുമെന്ന് യാക്കോബിന് അറിയാമെന്നതുകൊണ്ട് യാക്കോബ് അത് ഏത് വിധേനയും സ്വന്തമാക്കാനായിട്ട്, ജ്യേഷ്ഠൻ്റെ നിന്ന് സ്വന്തമാക്കാനായിട്ട് അവൻ പരിശ്രമിച്ചു. അവൻ അത് പ്രാപിച്ചെടുക്കാൻ തക്കനിടയായി തീർന്നു. ദൈവദൂതനുമായിട്ട് മല്ലിട്ടു. അവൻ അനുഗ്രഹം പ്രാപിച്ചു. ഇസ്രയേൽ എന്ന് യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രയേൽ എന്നൊരു ദേശത്തിൻ്റെ, ഒരു ഗോത്രത്തിൻ്റെ തലവനായി മാറുവാൻ എൻ്റെ ദൈവം ഇടയാക്കി. അതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ യാക്കോബിനെ പോലെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മൽപ്പിടുത്തം നടത്തി അനുഗ്രഹത്തിന് പാത്രമായി തീരുവാൻ നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയോടും നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. ഞാൻ പറയുന്നു, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ പരാജയം, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നിരാശ, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ കഷ്ടത, ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ സമ്പത്ത് എന്താണെന്നും സന്തോഷം എന്താണെന്നും നീ അറിഞ്ഞിട്ടില്ല എങ്കിൽ നീ ഒരു യാക്കോബിനെ പോലെ ഇരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മൽപ്പിടുത്തം നടത്താൻ തയ്യാറായാൽ ഞാൻ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ പറയുക, 2024 നിനക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കും. അതിന് ദൈവം നിനക്കതിനുള്ള വഴിയും വാതിലും ദൈവം നിനക്ക് തുറന്നു തരും. അതിന് ഞാനും നിങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ശക്തമായിട്ട് ഉപവാസമെടുക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയാൽ നിങ്ങൾ ഈ അനുഗ്രഹത്തിന് പാത്രമായി തീരുവാൻ തക്കനിടയായി തീരും. നമ്മളൊരു യേസാവിനെ പോലല്ല. നിനക്കുള്ളതെല്ലാം നിനക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയുന്നതിനായി തീരരുത്. എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടതുപോലും ഉപവാസത്തിൽ ഇരുന്ന് പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ മനസ്സ് വയ്ക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നിൻ്റെ മേൽ വന്നു ചേരുവാൻ തക്കനിടയായി തീരും. അങ്ങനെ ഈ 2024 അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ഈ 2024 അവസാനമാകുമ്പോൾ പറയാൻ പറ്റും, ഞാൻ 2024 ഞാൻ ആഗ്രഹിച്ചത് മുഴുവൻ എനിക്ക് നേടിയെടുക്കാൻ പറ്റി. എന്തുകൊണ്ടെന്നാൽ ഞാൻ യാക്കോബിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ഞാൻ മൽപ്പിടുത്തം നടത്തി. കർത്താവിനോടിരുന്ന് രാത്രിയുടെ യാമങ്ങളിലിരുന്ന് നിലവിളിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ പ്രതികൂലങ്ങളിൽ ഇരുന്നപ്പോൾ ഏസാവ് കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ചിരുന്നപ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ ഇരുന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരാനിടയായി. നിങ്ങൾ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നേരെയും ദൈവദൂതൻ ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കാനായിട്ട് ഇറങ്ങി വരാൻ തക്കനിടയായി തീരും. സഹോദരങ്ങളെ, നമുക്ക് ഒരു മനസ്സോടെ ഒരുക്കത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയഭക്തിയോടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ തക്കനിടയായി തീരും. യാക്കോബ് മാത്രമല്ല അനുഗ്രഹിച്ചത്, യാക്കോബിൻ്റെ തലമുറ 12 ഗോത്രങ്ങളും അനുഗ്രഹിക്കപ്പെട്ട ഗോത്രങ്ങളായി മാറി. യാക്കോബ് 12 ഗോത്രത്തിൻ്റെ തലവനായി മാറി. ഇസ്രായേൽ എന്ന വലിയ പേര്, മഹത്തരമായ പേരുകൾ നൽകി അനുഗ്രഹിച്ചുവെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ തലമുറയും കർത്താവ് സമൃദ്ധമായി ഈ 2024 അനുഗ്രഹിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്.